നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ദിലീപിനെ പിന്തുണച്ച പത്തനാപുരം എംഎൽഎ കെ ബി ഗണേഷ് കുമാറിനെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. ഗണേഷ് കുമാർ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മും രംഗത്ത്. പുനലൂർ ചെങ്കോട്ട ഗേജുമാറ്റ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഉന്നത സംഘം പുനലൂരിലെത്തി. കരാറുകാർ തമ്മിലുള്ള തർക്കം ഗേജുമാറ്റ ജോലികളെ ബാധിക്കുന്നുവെന്ന് എംപി എൻ കെ പ്രേമചന്ദ്രൻ. കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രവർത്തിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ സജീവമാകണമെന്നും മുൻ മുഖ്യമന്ത്രി. പുനലൂർ നഗരസഭ സ്ഥാപിച്ച അജൈവ മാലിന്യ കളക്ഷൻ സെന്റർ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. നശിപ്പിച്ചത് കാരക്കാട് വാർഡിൽ സ്ഥാപിച്ച മാലിന്യ കളക്ഷൻ സെന്റർ. വാർത്തകൾ വിശദമായി. ദിലീപിനെ പിന്തുണച്ച് പത്തനാപുരം എംഎൽഎ കെ വി ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗണേഷ് കുമാർ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ പത്തനാപുരത്ത് പ്രകടനം നടത്തി. ദിലീപിനെ സംരക്ഷിച്ച കെ ബി ഗണേഷ് കുമാർ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നെടുമ്പറമ്പിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ അപ്രതീക്ഷിതമായി ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ജംഗ്ഷനിൽ വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ബെന്നിക്കക്കാട് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് എം പ്രവർത്തകരായ അബ്ദുൽ റഹ്മാൻ, കെ അനിൽ, മാങ്കോട് ഷാജഹാൻ, സജി ജോൺ കുറ്റിയിൽ, ജി റജി, അനിൽ പട്ടാഴി തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഗൃഹനാഥനെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുനലൂർ ശാസ്താംകോണം സ്വദേശി പുഷ്പരാജനാണ് മരിച്ചത്. പുനലൂർ ശാസ്താംകോണം പുളിയറത്താഴേത് വീട്ടിൽ പുഷ്പരാജൻ എന്ന 42-കാരനെയാണ് വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി സമീപത്ത് താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയ പുഷ്പരാജനെ ബുധനാഴ്ച രാവിലെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പുനലൂർ പോലീസിൽ വിവരമറിയിച്ചു. പുനലൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഗീതയാണ് പുഷ്പരാജന്റെ ഭാര്യ. അഖിൽ മകനാണ്. ലൈവ് വാർത്ത, പുനലൂർ. ഗേജുമാറ്റ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഉന്നതതല സംഘം പുനലൂരിലെത്തി. 2017 ഒക്ടോബർ മാസത്തിൽ ഗേജുമാറ്റ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നും അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇടമണ്ണിൽ മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം നിർത്തിവച്ച സംഭവവും അവലോകന യോഗത്തിൽ ചർച്ചയായി. ട്രാക്ക് നിർമ്മിച്ചപ്പോൾ മണ്ണ് പരിശോധന കൃത്യമായി നടക്കാതിരുന്നതാണ് മണ്ണിടിഞ്ഞ് താഴാൻ കാരണമായതെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ വിലയിരുത്തി. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. ഓരോ ദിവസവും മണ്ണ് പരിശോധനകളും മറ്റും കൃത്യമായി നടക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അനാസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നതായി റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുധാകർ റാവു അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സംഘം അവലോകന യോഗവും നടത്തി. 2017 ഒക്ടോബർ മാസത്തിൽ പണികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ അവലോകന യോഗത്തിൽ അറിയിച്ചത്. ഇത് സംബന്ധിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുമായും ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. Commissioning all the projects means all other finishing works and all these things, we will try to do it definitely before October what we have promised last time. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരാറുകാർ തമ്മിലുള്ള തർക്കം ഗേജുമാറ്റ ജോലികളെ ബാധിക്കുന്നുണ്ടെന്ന് എംപി എൻ കെ പ്രേമചന്ദ്രൻ. അപാകതകൾ പരിഹരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും എംപി പുനലൂരിൽ പറഞ്ഞു. ഗേജുമാറ്റ പ്രക്രിയയിൽ കരാറുകാർ തമ്മിലുള്ള തർക്ക പ്രശ്നങ്ങൾ ഇതിനകം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരുടെയും ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള തർക്കം തീർക്കുന്നതിന് പോലും ഞങ്ങളടക്കമുള്ളവരൊക്കെ തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഏതായാലും അത്തരം വിഷയങ്ങളൊക്കെ വിശദമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് വിഭാഗത്തിന്റെ സാന്നിധ്യത്തിൽ നാളെ ചർച്ച ചെയ്ത്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു സമയ പട്ടിക എന്ന് നിർമ്മാണ പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയും, അതുപോലെ ചീഫ് സേഫ്റ്റി കമ്മീഷണറുടെ ഇൻസ്പെക്ഷൻ പൂർത്തീകരിക്കാൻ കഴിയും, എന്നു മുതൽ തീവണ്ടി ഓടിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ സമയപ്പട്ടിക
നാളെ ചേരുന്ന മധുരയിൽ ചേരുന്ന ഡിവിഷൻ തലത്തിലുള്ള ഉന്നതതല യോഗത്തിൽ വെച്ച് വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ആ കാര്യത്തിൽ കൈക്കൊള്ളുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ സജീവമാകണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രവർത്തിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും മുൻ മുഖ്യമന്ത്രി പറഞ്ഞു. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ GST നടപ്പാക്കിയത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മുൻ മുഖ്യമന്ത്രിയും പുതുപ്പള്ളി MLAയുമായ ഉമ്മൻചാണ്ടി പത്തനാപുരത്ത് പറഞ്ഞു. കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കടക്കാമൺ അംബേദ്കർ കോളേജിൽ നടന്ന ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി ആഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ആ കാര്യത്തിൽ അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ സ്വാതന്ത്ര്യം പ്രാപിച്ച കാലം മുതൽ നിലനിന്നിരുന്ന നികുതി രീതി മാറ്റി പുതിയ രീതി കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണ്ടേ? അത് കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരും, എന്തെല്ലാം പ്രശ്നങ്ങൾ വരും, ഒന്നും ആലോചിക്കണ്ടേ? ഒന്നുമില്ല. കേരളത്തിൽ ഈ ഇടതുമുന്നണി ഗവൺമെന്റ് അതിന്റെ നിയമം പോലും നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയില്ല. പകരം ഒരു ഓർഡിനൻസ് ആയിട്ട് തന്നെ കൊണ്ടുവരികയായിരുന്നു. ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ മന്ത്രിസഭയിൽ മാത്രമാ ചർച്ച. നിയമം കൊണ്ടുവരുമ്പോൾ നിയമസഭ വരും. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അതിനെക്കുറിച്ച് പഠിക്കും. എല്ലാ പാർട്ടിയുടെയും അഭിപ്രായങ്ങൾ അവിടെ വരും. പല മാറ്റങ്ങളും വരുത്തുന്നതിനൊക്കെ ആ ചർച്ച പ്രേരണ നൽകും. ഇവിടെ അങ്ങനെ ഒരു നിയമം പോലും കൊണ്ടുവരാൻ ഇടതുമുന്നണി ഗവൺമെന്റ് തയ്യാറായില്ല. ഇന്നിപ്പോ എന്തെല്ലാം സംശയങ്ങളും പ്രശ്നങ്ങളുമാണ്. പാവപ്പെട്ടവന് വീടിന് വെളിയിൽ ഇറങ്ങി ഒരു ചായ കുടിക്കണമെങ്കിൽ, ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്രയധികം ബാധ്യതയാണ് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. ആയുധമെടുത്ത് പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്, നിരവധി പേര് മരിക്കുന്നുണ്ട്. നമുക്കത് പറ്റില്ല. നമുക്ക് അക്രമ സമരങ്ങൾ നടത്താൻ പറ്റില്ല. നമുക്ക് നടത്താം സമരങ്ങൾ, തികച്ചും സമാധാനപരമായ സമരങ്ങൾ. പക്ഷേ ജനശ്രദ്ധ ആകർഷിക്കണോ, ഇവിടെ അക്രമ സമരങ്ങൾ നടക്കണം. നമുക്കത് പറ്റില്ല. നമുക്ക് സാധിക്കേണ്ടത് ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെ ശക്തി സമാഹരിച്ചുകൊണ്ട് ഗാന്ധിയൻ മാർഗത്തിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും സമരങ്ങളുമാണ് നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത്. ആഹാര സാധനങ്ങൾക്ക് വില കൂടില്ല എന്ന് പറഞ്ഞിട്ടും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് 10 മുതൽ 15 രൂപ വരെ വർദ്ധിച്ചു. ഹോട്ടലുകളിൽ ജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ആഹാരത്തിനു പോലും ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ BJPയും CPMഉം ആയുധമെടുത്ത് ശക്തിപ്രകടനം കാണിക്കുകയാണെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി. ഇലക്ഷൻ സമയങ്ങളിൽ മാത്രം പ്രവർത്തിക്കാതെ കുടുംബസംഗമങ്ങൾ പോലെയുള്ള പരിപാടികൾ വഴി കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ, KPCC സെക്രട്ടറി A ഷാനവാസ് ഖാൻ, മുൻ DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ, KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, DCC ജനറൽ സെക്രട്ടറിമാരായ പള്ളിത്തോപ്പിൽ ഷിബു, ബാബു മാത്യു, M ഷേപ്പരീത്, മറ്റ് നേതാക്കളായ ലതാസി നായർ, ചെമ്പനരുവി മുരളി തുടങ്ങി വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇളമ്പൽ ഗവൺമെന്റ് UPSലെ വിവാദ അധ്യാപക നിയമനം താൽക്കാലികമായി നിർത്തിവച്ചതായി സൂചന. പുതിയ അധ്യാപികയ്ക്ക് പകരം പാഠഭാഗങ്ങൾ പ്രഥമാധ്യാപിക തന്നെ കൈകാര്യം ചെയ്യും. ഇത് സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് ആക്ഷേപം. ഇളമ്പൽ ഗവൺമെന്റ് UPSലെ താൽക്കാലിക അധ്യാപക നിയമനത്തിൽ അർഹയായ 1ാം റാങ്കുകാരിയെ തള്ളി 2ാം റാങ്കുകാരിയെ നിയമിക്കണമെന്ന് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂൾ അധികൃതരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതോടെയാണ് നിയമനം വിവാദത്തിലായത്. 1ാം റാങ്കുകാരിയായ ഉദ്യോഗാർത്ഥി ഇതിനു മുമ്പും ഇതേ സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നു. അഭിമുഖ പരീക്ഷയിൽ ഉൾപ്പെടെ 12 മാർക്ക് നേടിയ ഇവരെ മറികടന്നാണ് 10 മാർക്ക് നേടിയ 2ാം റാങ്കുകാരിയെ നിയമിക്കാൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിയതത്രേ. ഇത് സംബന്ധിച്ച ലൈവ് വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവം വിവാദത്തിലായതോടെയാണ് ഈ അധ്യയന വർഷത്തിൽ പുതുതായി നിയമനം വേണ്ടെന്ന് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സൂചന. പുതിയ അധ്യാപികയ്ക്ക് പകരം പാഠഭാഗങ്ങൾ ഹെഡ്മിസ്ട്രസ് തന്നെയാകും കൈകാര്യം ചെയ്യുക. എന്നാൽ സ്കൂളിന്റെ ദൈനംദിന ഓഫീസ് കാര്യങ്ങളിൽ ഉൾപ്പെടെ ശ്രദ്ധ ചെലുത്തേണ്ട ഹെഡ്മിസ്ട്രസ് അധ്യാപനം കൂടി ഏറ്റെടുത്താൽ സ്ഥിതി കൂടുതൽ വഷളായേക്കുമെന്നാണ് ചിലരുടെ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ 1ാം റാങ്കുകാരിയെ തന്നെ നിയമിക്കുകയാണ് വേണ്ടതെന്നാണ് PTA നിർദ്ദേശമെന്നും സൂചനയുണ്ട്. അർഹരായവരെ നിയമിക്കാതെ ഹെഡ്മിസ്ട്രസ് തന്നെ ക്ലാസുകൾ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനത്തിനെതിരെ രക്ഷാകർത്താക്കൾക്കിടയിലും പ്രതിഷേധം ശക്തമാവുകയാണ്. ലൈവ് വാർത്ത, പുനലൂർ. ഇടപ്പാളയം ന്യൂ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപം അപകടങ്ങൾ പതിവാകുന്നു. ബുധനാഴ്ച പുലർച്ചെ സിമന്റ് ലോറി അപകടത്തിൽപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ റോഡിലെ കട്ടറിൽ ചാടി സിമന്റ് ലോറി അപകടത്തിൽപ്പെട്ടു. ഓടയിലും കട്ടിങ്ങിലുമായി ലോറി ഇടിച്ചു നിൽക്കുകയാണ്.
അപകട മേഖലയായ ഇവിടെ റോഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. റോഡിന്റെ വശങ്ങളിൽ വലിയ കുഴികളാണ് ഈ ഭാഗത്തുള്ളത്. എത്രയും വേഗം റോഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പുനലൂർ നഗരസഭ സ്ഥാപിച്ച അജൈവ മാലിന്യ കളക്ഷൻ സെന്റർ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. കാരക്കാട് വാർഡിൽ സ്ഥാപിച്ച അജൈവ മാലിന്യ കളക്ഷൻ സെന്ററാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. പുനലൂർ നഗരസഭ നടപ്പിലാക്കി വരുന്ന ഹരിതായനം പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച അജൈവ മാലിന്യ കളക്ഷൻ സെന്ററാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. കാരക്കാട് വാർഡിൽ സ്ഥാപിച്ച കളക്ഷൻ സെന്റർ രാത്രി 10:30 സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. തീ കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ തീയണച്ചു. സംഭവത്തിൽ പുനലൂർ നഗരസഭ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അജൈവ മാലിന്യ കളക്ഷൻ സെന്റർ തീയിട്ട് നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ആവശ്യപ്പെട്ടു. കാരക്കാട് വാർഡിന്റെ ഒരു ഭാഗത്ത് വെച്ചിരുന്ന ഒരു അജൈവ മാലിന്യ പ്ലാന്റ് അത് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് വലിയ അപകടം ഒഴിവായി. ഇത് തീ പിടിച്ചിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങള് പോലീസില് നഗരസഭ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കുറ്റവാളികൾ ആര് തന്നെ ആയാലും മാതൃകാപരമായി കണ്ടെത്തി ശിക്ഷിക്കാൻ വേണ്ട നടപടികൾ പോലീസ് കൈക്കൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേസ് ചാർജ് ചെയ്ത് കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ട നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ലൈവ് വാർത്ത, പുനലൂർ. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ജനമൈത്രി പോലീസിന്റെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പത്തനാപുരം പോലീസ് സ്റ്റേഷൻ പരിസരമാണ് ശുചീകരിച്ചത്. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കാടുമൂടിക്കിടന്ന പോലീസ് സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. പോലീസിന്റെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെയും ജനമൈത്രി പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. സ്റ്റേഷൻ പരിസരത്ത് രാവിലെ മുതൽ ആരംഭിച്ച ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം സബ് ഇൻസ്പെക്ടർ A. അബ്ദുൽ മനാഫ് നിർവഹിച്ചു. സ്റ്റുഡന്റ് പോലീസ് ഇൻസ്പെക്ടർമാരായ ASI സിദ്ദിഖ്, അംബിക, ശ്യാമ, മബൂനത്ത് ടീച്ചർ, ജനമൈത്രി ഭാരവാഹികളായ വസന്തകുമാർ, ജമാലുദ്ദീൻ റാവുത്തർ, സാജൻ, മെമ്പർമാരായ പിറവന്തൂർ ഗോപാലകൃഷ്ണൻ, മണികുമാർ, സുബി ചേകം, മാത്തുക്കുട്ടി സക്രിയ, കൃഷ്ണൻ, ലതാ സോമരാജൻ, അമ്പിളി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടത്തറ മുഹമ്മദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളായ 100ഓളം വിദ്യാർത്ഥികളാണ് ശുചീകരണത്തിൽ പങ്കെടുത്തത്. ഇപ്പോൾ പനിയുടെ കാലമാണ്. കേരളത്തിലെല്ലായിടത്തും ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരള പോലീസും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും കൂടെ ചേർന്ന് സ്റ്റേഷൻ പരിസരം ശുചിയാക്കുന്നതിന്റെ ഭാഗമായി പത്തനാപുരത്ത് ഇന്ന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സും ജനമൈത്രി ആയിട്ട് സഹകരിക്കുന്ന എല്ലാ അംഗങ്ങളും ചേർന്ന് സ്റ്റേഷൻ ശുചിത്വമാക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ജനമൈത്രി പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസ് കോർഡിനേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങി വെച്ചത് ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്, അഭിനന്ദനീയമാണ്. ഈ ഡെങ്കിപ്പനി പോലെയുള്ള മാരകമായ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ശുഭോദർക്കമായ ഈ പ്രവർത്തനം എല്ലാവരും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. ഈ സംരംഭത്തിന് ഈ ജനമൈത്രി പോലീസിന് അതിൻ്റെ ഉദ്യോഗസ്ഥർക്കും എല്ലാവിധമായ ഭാവങ്ങളും ഞാൻ നേരുന്നു. നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഡെങ്കിപ്പനി മാരകമായ ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ശുചിത്വം കേരളം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായി സ്റ്റുഡൻസ് പോലീസിൻ്റെ നേതൃത്വത്തിലും ജനമൈത്രിയുടെ നേതൃത്വത്തിലും ഈ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തത് SP അവരുടെ നിർദ്ദേശപ്രകാരം സ്റ്റുഡൻസ് പോലീസിൻ്റെ ഇൻസ്ട്രക്ടറായ ഞാൻ ഇവരെയും കൂട്ടി അതിൻ്റെ ടീച്ചേഴ്സുണ്ട്, ബാക്കി ഇവിടുത്തെ SI ദേവം മറ്റുള്ള എല്ലാവരെയും കൂടെ ചേർത്ത് ഈ ഒരു പരിപാടി സംരംഭിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടിയുടെ വിജയം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞതിൽ സംതൃപ്തിയുണ്ട്. അതിൻ്റെ പേരിൽ SPC ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ ഞാൻ ഈ കുട്ടികളോടും മറ്റ് സഹകരിച്ച ജനമൈത്രിക്കാരോടും എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പരേതനായ AK ഗോപാലിന്റെ കുടുംബത്തിന് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. പൊതുപ്രവർത്തകനായിരുന്ന അന്തരിച്ച AK ഗോപാലിന്റെ നിർധന കുടുംബത്തിനായി കടക്കാമൺ അംബേദ്കർ കോളനിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രസ്ഥാനമായ മെറൈൻ ഫോറം ചാരിറ്റീസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. AK ഗോപാലന്റെ പത്നിയും മക്കളും ചേർന്ന് സ്നേഹഭവനത്തിന്റെ താക്കോൽ ഉമ്മൻചാണ്ടിയിൽ നിന്നും ഏറ്റുവാങ്ങി. മെറൈൻ ഫോറം ചാരിറ്റീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മഹത്തരമാണെന്ന് ഉമ്മൻചാണ്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഈ മെറൈൻ ഫോറം ചാരിറ്റീസ് ചെയ്ത വലിയ മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനം, അതിൽ
പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുണ്യ പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. മറൈൻ ഫോറം ചാരിറ്റീസിന് ഞാൻ എല്ലാ വിധത്തിലുള്ള അവർക്കുള്ള ആ നന്മയുടെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ഞാൻ നേരുകയാണ്. മെറൈൻ ഫോറം ചാരിറ്റീസ് പ്രസിഡന്റ് ജോജി മാത്യു ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബിസ്മി ഷെയ്ഖിനെയും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കടക്കാമൺ കോളനിയിലെ ബിതിൻ ജോൺസനെയും ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചു. കെനിയയിലെ ജയിലിൽ 3 വർഷമായി തടവിൽ കഴിയുന്ന മറൈൻ ജീവനക്കാരൻ പുന്നല കറവൂർ പ്രഭാവിലാസത്തിൽ പ്രവീൺ പ്രഭാകരന്റെ മോചനത്തിനായി പരിശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രവീണിന്റെ പിതാവ് പ്രഭാകരൻ നായർ ഉമ്മൻചാണ്ടിക്ക് നിവേദനം നൽകി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രദീപ് ഗുരുകുലം ആമുഖ പ്രസംഗം നടത്തി. മെറൈൻ ഫോറം ചാരിറ്റീസ് സെക്രട്ടറി TG മാത്യൂസ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, മുൻ MLA ഡോക്ടർ പ്രതാപവർമ്മ തമ്പാൻ, KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, ചലച്ചിത്രതാരം TP മാധവൻ, പള്ളിത്തോപ്പിൽ ഷിബു, M ഷെയ്ഖ് പരീദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം H റിയാസ് മുഹമ്മദ്, കടക്കാമൺ വാർഡ് മെമ്പർ വനജാക്ഷി, വിചാർ വിഭാഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ചേത്തടി ശശി, PJ ഷാനവാസ്, സുധാകരൻ കൂടൽ, സാജൻ ജോൺ, സുബി യോഹന്നാൻ, അജി മാത്യു, ശരത്, ദീപു, അനീഷ്, രവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്നേഹഭവനത്തിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച SR കൺസ്ട്രക്ഷൻസ് ഉടമ സിരീഷ് ബാബുവിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് പുനലൂർ മേഖലയുടെ 46ാം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. സംഘടനാ സെക്രട്ടേറിയറ്റ് അംഗം ജയചന്ദ്രൻ കല്ലിങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. NSS ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംഘടനാ സെക്രട്ടേറിയറ്റ് അംഗം ജയചന്ദ്രൻ കല്ലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഇസ്രയേൽ ലോക മുസ്ലിം രാജ്യങ്ങളുടെ പ്രധാന എണ്ണപ്പെട്ട ശത്രുക്കളൊന്നാണ്. പലപ്പോഴും പല നയതന്ത്രപരമായ പല വിഷയങ്ങളിലും ലോകം ഒറ്റയടക്കി ഒന്നിച്ച് മാറിയിരുന്നാലും ഇസ്രയേൽ ധരിച്ചുകൊണ്ടത് വിജയിക്കും. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഒരു വില്ലൻ പരിവേഷം പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിലുണ്ടാകും. അങ്ങനെ നൽകിയില്ലെങ്കിൽ തന്നെയും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതിനാണ് സാധാരണ ഇന്ത്യൻ ഭരണകൂടങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. മറ്റൊന്നുകൊണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇന്ത്യയിൽ വൈകാരികമായി ഇസ്രയേലുമായുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കും. ഇന്ത്യയിലുള്ള കുറേയധികം ജനങ്ങളെങ്കിലും ജീവിക്കുന്നത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ കിഴക്കേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്, ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഉപജീവനം കഴിക്കുന്നത്. അവരുടെ എല്ലാം ജീവിതത്തിന് ഇസ്രയേലുമായുള്ള ബന്ധം ബാധിക്കുന്നുള്ളത് വലിയ സത്യം. മേഖലാ പ്രസിഡന്റ് തോമസ് ജോൺ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി M റിൽജു സ്വാഗതം പറഞ്ഞു. മേഖലാ വൈസ് പ്രസിഡന്റ് അശോക് കുമാർ രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി KB അരുൺകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPI മണ്ഡലം സെക്രട്ടറി C അജയ് പ്രസാദ്, ജോയിന്റ് കൌൺസിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ B രാധാകൃഷ്ണപിള്ള, സുകേശൻ ചൂലിക്കാട്, സംസ്ഥാന സമിതി അംഗങ്ങളായ R ഉദയൻ, R രാജീവ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് ജി നാഥ്, സെക്രട്ടറി A ഗ്രേഷ്യസ്, ജില്ലാ കമ്മിറ്റി അംഗം R അനി, S പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി ചരമറിയിപ്പ്. തെന്മല വെസ്റ്റ് ഗാന്ധി ജംഗ്ഷൻ മഞ്ജു ഭവനിൽ ശിവദാസൻ 60 വയസ്സ് നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 11:30 വീട്ടുവളപ്പിൽ നടക്കും. മുൻ SNDP തെന്മല ശാഖാ സെക്രട്ടറിയായിരുന്നു. BSNL ജീവനക്കാരനായിരുന്നു ശിവദാസൻ. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. ദിലീപിനെ പിന്തുണച്ച പത്തനാപുരം MLA KB ഗണേഷ് കുമാറിനെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. ഗണേഷ് കുമാർ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മും രംഗത്ത്. പുനലൂർ ചെങ്കോട്ട ഗേജുമാറ്റ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ NK പ്രേമചന്ദ്രൻ MPയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഉന്നത സംഘം പുനലൂരിലെത്തി. കരാറുകാർ തമ്മിലുള്ള തർക്കം ഗേജുമാറ്റ ജോലികളെ ബാധിക്കുന്നുവെന്ന് MP NK പ്രേമചന്ദ്രൻ. കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രവർത്തിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ സജീവമാകണമെന്നും മുൻ മുഖ്യമന്ത്രി. പുനലൂർ നഗരസഭ സ്ഥാപിച്ച അജൈവ മാലിന്യ കളക്ഷൻ സെന്റർ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. നശിപ്പിച്ചത് കാരക്കാട് വാർഡിൽ സ്ഥാപിച്ച മാലിന്യ കളക്ഷൻ സെന്റർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം.